ഹായ്, പവർ ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യപ്പെടുന്ന ഒരു മെഷീനെ പറ്റിയിട്ടാണ്. മെയിനായിട്ടും കൺസ്ട്രക്ഷൻ മേഖലയിൽ വരുന്ന മെഷീനുകളിൽ ഏറ്റവും പ്രൈമായിട്ട് നിൽക്കുന്ന മെഷീൻസാണ് സിമെൻറ്റ് ബ്രിക്കിൻ്റെ. ഗൾഫിൽ നിന്ന് കൂടുതൽ പ്രവാസികൾ നാട്ടിലേക്ക് വരുന്നുണ്ട്. അവരെന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നമുക്ക് ഇപ്പോൾ തുടങ്ങാൻ പറ്റുന്നൊരു ഇൻഡസ്ട്രി ഏതാണ്, അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ നാട്ടിലേക്ക് വരുന്നു. അന്നേരം നമുക്ക് സാച്ചുറേഷൻ ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രിയാണ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുക. ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ സാച്ചുറേഷൻ ഇല്ലാത്ത 3 മേഖലകൾ: 1 കൺസ്ട്രക്ഷൻ, 2 ഫുഡ്, 3 ഗാർമെൻറ്റ് സെക്ടർ. ഈ 3 സെക്ടറുകളിലും നമുക്ക് സാച്ചുറേഷൻ ഇല്ല. അന്നേരം ഈ പറയുന്ന സിമെൻറ്റ് ബ്രിക്ക് അല്ലെങ്കിൽ സിമെൻറ്റ് ബ്രിക്ക് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരിക്കലും ഇതിൻ്റെ ഡിമാൻഡിന് അവസാനം ഉണ്ടാവുന്നില്ല. ഈ പറയുന്ന കൺസ്ട്രക്ഷൻ നടക്കുന്നിടത്തോളം കാലം സിമെൻറ്റ് ബ്രിക്കിൻ്റെ ഡിമാൻഡുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അന്നേരം ആ പറയുന്നൊരു ഇൻഡസ്ട്രിയിൽ നമുക്ക് വിശ്വസ്തയോടുകൂടിയിട്ട് നമുക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോ ബഡ്ജറ്റിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ബാക്കിയുള്ളൊരു വ്യവസായങ്ങൾ തുടങ്ങാൻ 15, 20, 30 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഇതൊരു ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഇൻഡസ്ട്രി കൂടിയാണ് ഈ പറയുന്ന സിമെൻറ്റ് ബ്രിക്കിൻ്റെ ഇൻഡസ്ട്രി. അന്നേരം അത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അന്നേരം ഇത് തുടങ്ങണമെങ്കിൽ മെയിനായിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നമുക്കൊരു സ്ട്രക്ചറൽ ഷെഡ് ഉണ്ടാക്കേണ്ടി വരും. ഈ സ്ട്രക്ചറൽ ഷെഡ് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 15-20 സെൻറ്റ് സ്ഥലമെങ്കിലും നമുക്ക് മിനിമം വേണ്ടി വരും. അത് നമ്മൾ ഡേറ്റാ ബാങ്കിൽ ഡ്രൈ ലാൻഡായിട്ട് ഡേറ്റാ ബാങ്കിലുള്ളൊരു സ്ഥലം തന്നെ ആയിരിക്കണം ഈ പറയുന്ന കാര്യത്തിന് ഉപയോഗിക്കേണ്ടത്. നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലം, അല്ലെങ്കിൽ വില്ലേജിൻ്റെ പട്ടികയിൽ വയലായിട്ട് രേഖപ്പെടുത്തിയേക്കുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള ഗവൺമെൻറ് അതോറിറ്റിയിൽ നിന്ന് നമുക്ക് NOC ലഭിക്കത്തില്ല. അന്നേരം ഈ പറയുന്ന ഇൻഡസ്ട്രി തുടങ്ങണമെങ്കിൽ നമുക്ക് ചില ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നും നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കേണ്ടതായിട്ടുണ്ട്. അത് ഒന്ന് വരുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. അന്നേരം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് നമ്മൾ ഈ പറയുന്ന ഒരു ആവശ്യമായിട്ട് എത്തുമ്പോൾ അവരാവശ്യപ്പെടുന്നത് ഇതിൻ്റെ ഒരു ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് ആവശ്യപ്പെടും. അന്നേരം നമ്മളൊരു 100 മീറ്റർ സറൗണ്ടിങ്സിലുള്ള എല്ലാ സാധനങ്ങളൂടെ ചേർത്തുകൊണ്ടുള്ളൊരു ഡ്രോയിങ് തയ്യാറാക്കി നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പുവരുത്തേണ്ടുന്ന ഒരു കാര്യം, നമ്മളുടെ വസ്തുവിൻ്റെ ബൗണ്ടറിയിൽ നിന്നും 10 മീറ്ററിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മൾ ഈ പ്രപ്പോസ്ഡ് ആയിട്ടുള്ള ഷെഡ് നിർമ്മിക്കുന്നത്. ആ നിർമ്മാണം എന്ന് പറയുന്നത് വസ്തുവിന് എത്ര അതിരുണ്ടെങ്കിലും അതിൻ്റെ 10 മീറ്ററിൻ്റെ ഉള്ളിലായിട്ടായിരിക്കണം ഈ ഷെഡ് നിർമ്മിക്കേണ്ടി വരുന്നത്. അതുകൂടാതെ തൊട്ടടുത്ത വീടുമായി ഒരു 25 മീറ്റർ അകലം പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ 2 കണ്ടീഷൻസ് നമ്മൾ പാലിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് നമുക്കൊരു NOC സർട്ടിഫിക്കറ്റ് കിട്ടുക. ആ സർട്ടിഫിക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പഞ്ചായത്തിനെ സമീപിക്കാം. പഞ്ചായത്തിനെ സമീപിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിൽഡിങ്ങിൻ്റെ പെർമിറ്റ് നമുക്ക് തരും. ആ ബിൽഡിങ്ങിൽ പഞ്ചായത്തിനെ സമീപിച്ച് പെർമിറ്റ് വാങ്ങി നമ്മൾ കൺസ്ട്രക്ഷനിലേക്ക് നീങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മെയിൻ കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ പറയുന്ന ഷെഡ് വെക്കുന്നത് ആസ് പെർ റൂളിലായിരിക്കണം നമ്മൾ ഷെഡിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തേണ്ടുന്നത്. ഇല്ല എങ്കിൽ അവർ പെർമിറ്റ് ക്യാൻസൽ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകും. നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേസ്റ്റ് ആവുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അങ്ങനെ എത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ ഈ പറയുന്ന ഷെഡിൽ ഗ്രൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ വാട്ടർ ലെവലായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു തിക്നെസ്സിൽ, ഒരു 6 mm തിക്നെസ്സിലെങ്കിലും നമ്മൾ നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്യുകയും അത് വാട്ടർ ലെവലിൽ കോൺക്രീറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുന്നത് നമുക്ക് ഗുണകരമായിരിക്കും. പിന്നീടുള്ള പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ആ പറയുന്ന കല്ലിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒന്ന് ഈ പറയുന്ന ഗ്രൗണ്ടിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കല്ലിന് ക്വാളിറ്റി ഉണ്ടാവുക. അതുകൊണ്ട് ആ പറയുന്ന കാര്യം നമ്മൾ കൃത്യമായും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ഈ പറയുന്ന കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ എന്ന് പറയുന്നൊരു പോർഷനിലേക്ക് പോകാം. നമുക്ക് മെഷീൻസ് ഫൈനലൈസ് ചെയ്യാൻ പറ്റും. മെഷീനിലേക്ക് സെലക്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 2 ലക്ഷം രൂപ മുതൽ ഒരു 10 ലക്ഷം രൂപ വരെയുള്ള റേഞ്ചിലുള്ള മെഷീൻസ് നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അന്നേരം ഷെഡിൻ്റെ നിർമ്മാണത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഷെഡാണ് നമ്മൾ നിർമ്മിക്കുന്നതെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1000 ബ്ലോക്ക് വരെ ആയിരിക്കും നമുക്ക് അതിനകത്ത് നിർമ്മിക്കാൻ പറ്റുക. അന്നേരം അങ്ങനെയുള്ളൊരു ഇതിലേക്കാണെങ്കിൽ നമുക്കൊരു 4-5-ൻ്റെ 8 ബ്ലോക്ക് അല്ലെങ്കിൽ 10 ബ്ലോക്ക് അല്ലെങ്കിൽ 16 ബ്ലോക്കൊക്കെ അടിക്കാവുന്ന മെഷീൻസാണ് നമുക്ക് അവിടെയൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുക. പല റേഞ്ചിലുള്ള മെഷീൻസ് അവൈലബിൾ ആണ്. ഒരു കട്ട അടിക്കുന്നത് മുതൽ 22 കട്ട അടിക്കുന്നത് വരെയുള്ള മെഷീൻസ്, മാനുവലായിട്ടും പൂർണ്ണമായിട്ടും മാനുവലായിട്ട് പലകയുടെ പുറത്ത് അടിക്കുന്ന മെഷീൻസ് മുതൽ നമുക്ക് ഒരു ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് ഹ്യൂമൻ ലേബർ ആവശ്യമില്ലാത്ത മെഷീൻസ് വരെ അവൈലബിൾ ആണ്. നമ്മളിതിൽ ഏത് കാറ്റഗറി ചൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മളുടെ ചോയ്സാണ്. അന്നേരം നമ്മളൊരു മെഷീൻസ് ചൂസ് ചെയ്യുമ്പോൾ ഇതിന് വേണ്ടുന്ന മെഷീൻസ് നമുക്ക് സിമെൻറ്റ് കട്ടയടിക്കുന്ന മെഷീൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന മെഷീൻ ആവശ്യമായിട്ട് വരുന്നു. അതോടൊപ്പം തന്നെ ഏതൊക്കെ അച്ചുകളാണ് വേണ്ടത്, നമുക്ക് ഏതൊക്കെ ഡയമെൻഷനിലുള്ള ബ്ലോക്കാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള അച്ചുകൾ നമുക്ക് എടുക്കാം. ഈ അച്ചുകൾ നമുക്ക് മെഷീനിലേക്ക് മാറ്റി ഇട്ടുകൊണ്ട് നമ്മുടെ ഡയമെൻഷൻ, നമ്മൾക്ക് ആവശ്യമുള്ള
അത്രയും സൈസിലുള്ള ബ്രിക്കുകളുടെ മാനുഫാക്ചറിങ്ങിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. അതിന് വേണ്ടുന്ന രീതിയിൽ നമുക്ക് മെറ്റീരിയൽ കൊണ്ടുപോയി മെഷീനിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്, മെഷീൻ എന്ന് പറയുന്നത് നമുക്ക് മൂവബിളാണ്. മിക്സർ മെഷീൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേഷനറി മെഷീനാണ്. അന്നേരം അവിടെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മിക്സർ മെഷീനിൽ നിന്നും മിക്സ് ചെയ്ത് അതായത് മെറ്റൽ, സിമെൻറ്റ്, റോ മെറ്റീരിയൽസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ചാന്തായി വരുമ്പോൾ നമ്മൾ അതിനെ ട്രോളിക്കകത്തേക്ക് പകരുകയും അതിൽ നിന്ന് കൊണ്ടുപോയി നമ്മൾ മെഷീനിലേക്ക് ഇട്ട് ട്രേക്കകത്തേക്ക് തട്ടിയിടുകയും, തട്ടിയിട്ടതിന് ശേഷം ഒരു ഷവലിൻ്റെ സഹായത്തോടുകൂടി ഡൈ ഫില്ല് ചെയ്ത് വൈബ്രേഷൻ കൊടുത്ത് പഞ്ച് ചെയ്തിട്ടാണ് നോർമൽ രീതിയിൽ നമ്മൾ ബ്രിക്ക് ഉണ്ടാക്കുന്നത്. അത് എഗ് ലേയിങ് മെത്തേഡായിരിക്കും ഉണ്ടാകുക. നമ്മളൊരു ട്രേക്കകത്ത് മുട്ട എടുക്കുന്നത് പോലെ ആയിരിക്കാം നമുക്കൊരു ബ്രിക്കുകൾ ഇങ്ങനെ അടിച്ചടിച്ച് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കംപ്ലീറ്റ് ആയിട്ടും ബ്രിക്കുകൾ അടിക്കുന്നത്. അങ്ങനെ അടിക്കുമ്പോൾ അതിന് മുകളിലേക്കുള്ള ചോയ്സുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ സിംഗിൾ വൈബ്രേറ്റർ മെഷീൻ ആയിരുന്നു കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ് കൂടുതൽ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് 90% കസ്റ്റമേഴ്സും ഡബിൾ വൈബ്രേറ്ററിലും ട്രിപ്പിൾ വൈബ്രേറ്ററിലേക്ക് മാറിക്കഴിഞ്ഞു. അന്നേരം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കട്ടകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു, ടിപ്പറെ കൊണ്ടുപോയിട്ട് തട്ടി കൊടുക്കുന്നു. അങ്ങനെ നല്ല ക്വാളിറ്റി, മുകളിൽ നിന്ന് ഒരു നല്ല ഹൈറ്റിൽ നിന്ന് കട്ട നിലത്തിട്ടാൽ പോലും പൊട്ടാത്ത രീതിയിലുള്ള ക്വാളിറ്റി. ഇന്ന് പല കസ്റ്റമേഴ്സും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ കൂടുതലും കോൺഷ്യസ് ആണ്. അന്നേരം കൂടുതൽ ഈ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ കംഫർട്ടബിളായിട്ട് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് അതിന് വേണ്ടുന്ന ബെനിഫിറ്റുകൾ കൊടുക്കാൻ കമ്പനികൾക്കും കഴിയുന്നുണ്ട്. എന്നിട്ട് ഈ പറയുന്ന മെഷീനിൽ നിന്നും മാറി ഇപ്പം പുതിയതായി വരുന്ന 2 വൈബ്രേറ്റർ യൂസ് ചെയ്യുന്ന മെഷീൻ, അതേപോലെ തന്നെ 3 വൈബ്രേറ്റർ യൂസ് ചെയ്യുന്ന മെഷീൻ, പഞ്ച് ഫ്രീ ആയിട്ടുള്ള മെഷീൻ, അതായത് നമ്മൾ ഡൈ പൊക്കി ഇടിച്ചിടിച്ച് കട്ട ഉണ്ടാക്കുന്നതിൽ നിന്നും പഞ്ച് ഫ്രീ ആയിട്ടുള്ള മെഷീൻസ്, അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട്, അതായത് മെറ്റീരിയൽ കൊണ്ട് തട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മെഷീനിനകത്തേക്ക് ഫില്ല് ചെയ്ത് കട്ടയടിച്ച് തന്നെത്താനെ കട്ടയടിച്ച് മാറുന്ന ലെവലിലുള്ള മെഷീൻസ്, അതേപോലെ തന്നെ ഒരാൾക്ക് ഒരു ഓപ്പറേറ്റർക്ക് മെഷീനിൽ അകത്ത് തന്നെ മെഷീനിനുള്ളിൽ തന്നെ ഇരിക്കാൻ സീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും അയാൾക്ക് അവിടെ ഇരുന്ന് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാവുന്ന ലെവലിലും, അതേപോലെ തന്നെ മെഷീൻ തിരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ സ്റ്റിയറിംഗ് വെച്ച് ചെയ്യാവുന്ന രീതിയിലുള്ള മെഷീൻസ് വരെ, ഏറ്റവും അത്യാധുനികമായ മെഷീൻസ് വരെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അങ്ങനെയുള്ള മെഷീൻ്റെ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് പവർടെക്കിനെ സമീപിക്കാവുന്നതാണ്. എല്ലാ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ മെഷീൻസും പവർടെക് ചെയ്യുന്നുണ്ട്. അന്നേരം കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കൂടുതൽ അപ്ഡേഷൻസിന് വേണ്ടിയിട്ടും പ്രോജക്റ്റിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ കമ്പനിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലുള്ള കൂടുതൽ അപ്ഡേഷൻസ് നിങ്ങൾക്ക് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കും. പുതിയ പുതിയ പ്രോജക്റ്റുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. കൂടുതൽ ഇൻഫർമേഷനായി നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയയ്ക്കുക. കമ്പനി നിങ്ങൾക്ക് വേണ്ടുന്ന ഡീറ്റെയിൽസ് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.